അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്ത്, ആ സൂറത്തുൽ ഹുജറാത്തിലുള്ള ഒരു ആയത്ത്, 12-ാമത്തെ ആയത്ത്, അതിനെ വിശദീകരിക്കാനാണ് ഈ ഒരു ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മൾ ആ ഒരു ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലുള്ള ആ സൂറത്തുകൾക്കിടയിലുള്ള മനോഹരമായിട്ടുള്ള പരസ്പര ബന്ധത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സൂറത്തുൽ ഹുജറാത്ത് 49-ാമത്തെ അധ്യായമാണ്. അതിന് തൊട്ട് ശേഷം വരുന്ന 50-ാമത്തെ അധ്യായം സൂറത്തുൽ ഖാഫ്, അതിനെ സംബന്ധിച്ച് ഒരല്പകാര്യം പറയേണ്ടതുണ്ട്. ഈ രണ്ട് സൂറത്തുകൾക്കിടയിൽ നമ്മൾ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കണക്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ സൂറത്തുൽ ഖാഫ് പരിശുദ്ധ ഖുർആനിൽ 50-ാമത്തെ അധ്യായം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അധ്യായമാണ്. ഖിയാമത്ത് നാളാണ് പ്രധാനപ്പെട്ട ആ ഒരു സൂറത്തിൻ്റെ തീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യാറുണ്ടായിരുന്നല്ല ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു സ്വഹാബി പറയുന്നുണ്ട്, റസൂലുള്ളാഹി ജുമുഅ ദിവസം സൂറത്തുൽ ഖാഫ് ആവർത്തിച്ച് പാരായണം ചെയ്തിരുന്നു, ഞാനത് കേട്ട് മനപ്പാടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ റസൂലുള്ളാഹി അത് ആവർത്തിച്ചിരുന്നു. അതേപോലെ തന്നെ പെരുന്നാൾ ദിനങ്ങളിലെല്ലാം റസൂലുള്ളാഹി ആ സൂറത്ത് പാരായണം ചെയ്തതായിട്ടെല്ലാം സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ പരിശുദ്ധ ഖുർആനിനെ 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്വഹീഹായിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഊതീതു മക്കാന തൗറാത്ത് സബഅതി വാൽ. ഖുർആനെ 4 ഡിവൈഡ് ചെയ്തതിൽ എനിക്ക് തൗറാത്തിന് പകരമായിട്ട് അള്ളാഹു തിവാല് സൂറത്തുകൾ, ദൈർഘ്യമേറിയിട്ടുള്ള 7 സൂറത്തുകൾ നൽകി. അതേപോലെ തന്നെ ജബൂറിന് പകരമായിട്ട് മിഈൻ സൂറത്തുകൾ നൽകി. ഇഞ്ചീലിന് പകരമായിട്ട് മസാനി സൂറത്തുകൾ നൽകി. ശേഷം റസൂലുള്ളാഹി അവസാനത്തെ ഒരു കാറ്റഗറിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അള്ളാഹു മറ്റാർക്കും നൽകാതെ എനിക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് റസൂലുള്ളാഹിക്കും ഈ ഉമ്മത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിച്ച ഒരു വിഭാഗം സൂറത്തുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ്റെ അവസാനത്തെ ഭാഗത്ത് വരുന്ന മുഫസ്സൽ സൂറത്തുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്. മുഫസ്സൽ എന്നുള്ളത് ആ പദത്തിന് അർത്ഥം തന്നെ ആ സെപ്പറേഷൻ അല്ലെങ്കിൽ ബ്രേക്ക്, വേർപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇപ്പോൾ യൗമുൽ ഖിയാമയെ സംബന്ധിച്ച് സൂറത്തുൽ മുർസലാത്തിൽ ഒമാ അദറാക്കമാ യൗമുൽ ഫസുൽ, നിങ്ങൾ ആ യൗമുൽ ഫസുൽ എന്ന ഖിയാമത്ത് നാളെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. കാരണം സത്യവും അസത്യവും, വിശ്വാസവും അവിശ്വാസവും, നന്മയും തിന്മയെല്ലാം വേർപ്പെടുന്ന, അത് രണ്ടും വേർപ്പെടുന്ന ദിനമാണ്. അവസാന ഭാഗത്ത് വരുന്ന ഈ സൂറത്തുകൾ ആ ഒരു പേരിൽ അറിയപ്പെടാനുള്ള കാരണം അതെല്ലാം ഒന്നിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത്, അതായത് ബിസ്മി വഴി നിരവധി ബ്രേക്കുകൾ ആ സൂറത്തുകൾക്കിടയിൽ കാണാൻ സാധിക്കും. ചെറിയ ചെറിയ സൂറത്തുകളാണ്, അതുകൊണ്ടാണ് ആ ഒരു പേരിൽ അറിയപ്പെടാനുള്ള കാരണം. അപ്പം മുഫസ്സൽ സൂറത്തുകൾ അത് ആരംഭിക്കുന്നത് സൂറത്തുൽ ഖാഫ് മുതൽ ആ സൂറത്ത് നാസ് വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു മാർക്കറായിട്ട് കടന്നു വരുന്നത് കൂടെയാണ് സൂറത്തുൽ ഖാഫ്. അതേപോലെ തന്നെ സൂറത്തുൽ ഖാഫ് എന്നുള്ളത് മക്കി സൂറത്താണ്. അതേസമയം നമ്മൾ വിശദീകരിക്കുന്ന ആയത്ത് കടന്നു വരുന്ന സൂറത്തുൽ ഹുജറാത്ത് അത് മദനി സൂറത്താണ്. അത് ആ സൂറത്തിൻ്റെ ആ സ്റ്റൈല് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സൂറത്തുൽ ഖാഫിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം ആ ഖിയാമത്ത് നാൾ, മരണാനന്തര ജീവിതമാണ്. അപ്പോൾ വിശ്വാസപരമായിട്ട് ആ വിശ്വാസത്തിൻ്റെ ബേസ് അത് പ്രധാനമായിട്ടും അള്ളാഹു നൽകുന്നതെല്ലാം മക്കൻ സൂറത്തുകളാണ്. അത് മാത്രമല്ല, ആ സൂറത്തിൻ്റെ ആരംഭത്തിലും ഹുറൂഫുൽ മുഖത്തആത്തുകൾ, അതായത് ഇത്തരത്തിൽ മുറിഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന അലിഫ് ലാം മീം ഖാഫ് നൂൻ, ഇതേ രൂപത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന മൊത്തം 29 സൂറത്തുകളിൽ 26 മക്കൻ സൂറത്തുകളാണ്. 90% മക്കൻ സൂറത്തുകളിലാണ് ആ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രമേയം ഇതേപോലെ തന്നെ ആരംഭമെല്ലാം നോക്കിയാൽ തന്നെ സൂറത്തുൽ ഖാഫ് മക്കി സൂറത്തുകളുടെ ആ ഒരു കാറ്റഗറിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഖാഫ് എന്നുള്ള ആ ഒരു അക്ഷരം കൊണ്ട് ആരംഭിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല ആ സൂറത്തിന് ആ ഒരു പേര് വരാനുള്ള കാരണം. മറ്റു ചിലൊരു കാരണം പണ്ഡിതന്മാർ മനോഹരമായിട്ട് സൂചിപ്പിക്കുന്നത്, ആ സൂറത്തുൽ ഖാഫിലുടനീളം ആ ഖാഫ് എന്നുള്ള ആ ഒരു അക്ഷരത്തിൻ്റെ ആധിക്യം കാണാൻ സാധിക്കും. ഒട്ടുമിക്ക ആയത്തുകളിലും ആ ഖാഫ് എന്നുള്ള അക്ഷരം കടന്നു വരുന്നുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ഷിമാലി ഖഈദ്, അതല്ലെങ്കിൽ ഖാല ഖരീനുഹു തശഖഖു, അല്ലെങ്കിൽ ഖുർആൻ യഖൂലൂൻ. മൊത്തം ആ സൂറത്തിൽ, ആ ഒരു ചെറിയ സൂറത്തിൽ 57 തവണ ഖാഫ് എന്നുള്ള ഒരു ലെറ്റർ കടന്നു വരുന്നുണ്ട്. അതാണ് ആ ഒരു സൂറത്തിന് ആ പേര് വരാനുള്ള ഒരു കാരണം. ഈ രണ്ട് സൂറത്തുകൾ നമ്മൾ പരസ്പരം നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന വിഷയമായിട്ടുള്ള ബന്ധം, സൂറത്തുൽ ഖാഫ് എന്നുള്ളത് അത് മക്കി കാലഘട്ടത്ത് വിശ്വാസപരമായിട്ട് ആ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ വിശ്വാസത്തെ സംബന്ധിച്ചാണ് സൂറത്തുൽ ഖാഫ് പഠിപ്പിക്കുന്നതെങ്കിൽ, അതേസമയം സൂറത്തുൽ ഹുജറാത്ത് ഒരു മദീനൻ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ, ആ സമൂഹത്തെ
ധാർമ്മികമായിട്ട് കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് ആ സൂറത്തിലുടനീളം അള്ളാഹു സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നാവുമായിട്ട് ബന്ധപ്പെട്ട് അത് 2 സൂറത്തിലും കടന്നു വരുന്നുണ്ട്. അതിലേക്ക് വരാം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവിടെ പടർന്ന ഇഫ്ക്ക് അപവാദ ആരോപണമെല്ലാം നമുക്കറിയാം. മദീനൻ സൊസൈറ്റിയെ തളർത്തിയ അത്തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾ അതെല്ലാം ആ നാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഈ 2 സൂറത്തുകൾ നമ്മൾ പറയുന്ന ആ തീം നാവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്തും അഭേദ്യമായിട്ടുള്ളൊരു കണക്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ നാവ് കൊണ്ടുള്ള സംസാരത്തിൽ വരുന്ന സ്പീച്ച് ബേസ്ഡായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് 2 സൂറത്തുകളും ഒരുപോലെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൂറത്തുൽ ഖാഫ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളും ആ തുടക്കവും ഒടുക്കവും തമ്മിലുള്ള ഒരു കണക്ഷൻ കാണാൻ സാധിക്കും. അത് സൂറത്തുൽ ഖാഫിലേക്ക് വരുന്ന സമയത്തും ഖാഫ് വൽ ഖുർആനിൽ മജീദ് അള്ളാഹു ഖുർആനെ സംബന്ധിച്ച് പറയുന്നു. ഉടനെ തന്നെ ഫഖാലൽ കാഫിറൂന ഹാദാ ഷൈഉൻ അജീബ്, അവിശ്വാസികൾ പറയുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ആ സൂറത്ത് നമ്മൾ അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് 45-ാമത്തെ അവസാനത്തെ ആയത്തിൽ നഹ്നു അലമു ബിമാ യഖൂലൂൻ, അവർ പറയുന്നതിനെ സംബന്ധിച്ച് അവിടെയും അള്ളാഹു ആ പറയുന്നതിനെ സംബന്ധിച്ച് പറയുന്നു. അതേപോലെ തന്നെ ഫദക്കിർ ബിൽ ഖുർആൻ, ആ ഖുർആനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ആ തുടക്കവും ഒടുക്കവും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ പറയുന്നതായിട്ട് ബന്ധപ്പെട്ട് നാവുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്ബിർ അലാമ യഖൂലൂൻ, റസൂലുള്ളാഹിനോട് അവർ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് അതിൻ്റെ എല്ലാം കാമ്പായിട്ട് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ആ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചും അള്ളാഹു ആ സൂറത്തിൽ പറയുന്നുണ്ട്. അതേസമയം സൂറത്തുൽ ഹുജറാത്തിലേക്ക് വരുന്ന സമയത്ത് അതേ രൂപത്തിൽ ആ സംസാരത്തിൽ അല്ലെങ്കിൽ സ്പീച്ച് ബേസ്ഡായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ആ ഒരു സൂറത്തിലും ആവർത്തിച്ച് അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അള്ളാഹിനെയും റസൂലിനെയും മറികടക്കരുത്. അവരൊരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം നിങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത്. അത് ആദ്യത്തിൽ തന്നെ അള്ളാഹു ആ ഒരു വാണിംഗ് നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തി നബി, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ മുകളിൽ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. അതല്ലെങ്കിൽ ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്, റസൂലുള്ളാഹിനെ വിളിക്കുന്നതിനെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, നിങ്ങളുടെ അടുത്തേക്ക് ഒരു തെറ്റായിട്ട് ഒരു വാർത്തയുമായിട്ട് ഒരാൾ വന്നാൽ അതെല്ലാം സംസാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതല്ലെങ്കിൽ 12-ാമത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു ആയത്തിൽ കുത്തുവാക്കുകൾ, ഏഷണി, പരദൂഷണം, അതേപോലെ തന്നെ ഊഹം വെച്ചുള്ള സംസാരം, അതെല്ലാം ആ ആയത്തിൽ അതിൻ്റെ അവസാനത്തിലേക്ക് പോകുന്ന സമയത്തും കാലത്തിൽ അറാബു ആമന്ന, അവിടെയുള്ള അറാബികളായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചു എന്ന് നാവ് കൊണ്ട് പറയുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ 2 സൂറത്തുകളും ആ നാവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വരുന്ന സംസാരത്തെയും അല്ലെങ്കിൽ വീഴ്ചകളെയെല്ലാം ആവർത്തിച്ച് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കണക്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ആമുഖത്തോടെ നമ്മൾ വിശദീകരിക്കുന്ന സൂറത്തുൽ ഹുജറാത്തിൻ്റെ 12-ാമത്തെ ആയത്തിലേക്ക് വരികയാണ്. ആ ആയത്തിൽ അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറം മിനദ്വൻ, നിങ്ങൾ ഊഹത്തിൽ നിന്നും മിക്കതും നിങ്ങൾ വർജിക്കുക. ഇന്ന ബഅദദ്ദന്നി ഇസ്മ, അതിൽ ഒട്ടുമിക്ക ഊഹങ്ങളും അത് കുറ്റകരാണ് എന്നുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആരംഭിക്കുന്നത്. മനോഹരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സംസാരത്തിലേക്ക് നേരിട്ട് പോകാതെ അള്ളാഹു ആ ബേസിൽ, അതായത് അതിൻ്റെ റൂട്ട് കോസിലേക്കാണ് പോകുന്നത്. കാരണം ഊഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആദ്യത്തിലൊരു ഊഹം വരും, പിന്നീട് ആ ഊഹം ശരിയാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കും, അതിന് ശേഷമാണ് സംസാരം വരുന്നത്. സംസാരം 3-ാമത്തെ സ്റ്റേജാണ്. അള്ളാഹു ഇതിൻ്റെ ആ തുടക്കം തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം അധിക സമയത്തും ആ ഊഹം തെറ്റായിട്ടുള്ള അനുമാനങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ളതാണ്. ചില സമയത്ത് പൈശാചികമായിട്ടുള്ള വസ്വാസുകൾ മനസ്സിലേക്ക് വന്ന് ആ കാര്യം ആ ചിന്തിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലും പോകാതെ തെറ്റായിട്ടുള്ള അനുമാനങ്ങളിലേക്ക് എത്തിയ ഒരാളെ ജഡ്ജ് ചെയ്യുന്ന, പ്രത്യേകിച്ച് മെറിറ്റൽ ലൈഫിലെല്ലാം ഈ ഒരു ഉപദേശത്തിന് അങ്ങേയറ്റം പ്രസക്തിയുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്, നമ്മൾ ആ ഒരു സംഭവത്തെ സംബന്ധിച്ച് നമ്മുടെ ഇമാജിനേഷനിൽ ഉണ്ടാക്കിയെടുക്കുന്ന കഥ അതൊരു പക്ഷേ തികച്ചും വാസ്തവ വിരുദ്ധമായിരിക്കാം. ഇപ്പോൾ രസകരമായിട്ടുള്ളൊരു കഥ വായിച്ചത് ഓർക്കുന്നത്, ഇപ്പോൾ ഹോജയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരിക്കൽ അയൽവാസിയോട് ഒരു പണിയായുധം, ഒരു കലപ്പ വാങ്ങാൻ വേണ്ടി, കടായിട്ട് വാങ്ങാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. രാവിലെ തന്നെ അയൽവാസിയോട് പോയി ചോദിക്കാനിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ രാവിലെ തന്നെ പോയാൽ ഒരുപക്ഷെ അയൽവാസി പറയായിരിക്കും, നിങ്ങൾക്കെന്താ സ്വയമായിട്ടൊന്ന് വാങ്ങിയാൽ, രാവിലെ തന്നെ ഒരു കാര്യം ചോദിച്ച് വരികയാണോ, ഈ രൂപത്തിൽ എന്നെ ആക്ഷേപിക്കുമായിരിക്കുമെന്ന് അയാൾ സ്വയം ചിന്തിക്കുകയാണ്. അയാൾ സ്വയം ചിന്തിച്ച് പോകുന്നില്ല. അങ്ങനെ ഒരല്പം കഴിഞ്ഞ് ഉച്ച സമയത്ത് പോയി ചോദിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഉച്ച സമയത്ത് അയാൾ സ്വയം ചിന്തിക്കുകയാണ്, ഇപ്പോൾ പോയാൽ ഒരുപക്ഷെ അയൽവാസി പറയായിരിക്കും, ഒന്ന് വിശ്രമിക്കാൻ പോകുന്ന സമയത്താണോ നിങ്ങൾ ഈ കലപ്പയും ചോദിച്ച് വരുന്നത്, ഈ രൂപത്തിൽ എന്നെ ആക്ഷേപിക്കുമായിരിക്കും.
അദ്ദേഹം വീണ്ടും വൈകുന്നേരത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം രണ്ടും കൽപ്പിച്ച് പോകാനിരിക്കുന്ന സമയത്താണ് അയൽവാസി മാറ്റി ഒരുങ്ങി ഏതൊരു വഴിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അയാൾ സ്വയം ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഞാൻ പോയി ചോദിച്ചാൽ അയാൾ പറയായിരിക്കും ഒരു നല്ല യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഒരു കാര്യം ചോദിച്ച് വരുന്നത്, ഈ രൂപത്തിൽ എന്നെ ആക്ഷേപിക്കുമായിരിക്കും. അദ്ദേഹം ആ ദിവസം മുഴുവൻ ഈ രൂപത്തിൽ ചിന്തിച്ച് അദ്ദേഹം അത് ചോദിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ രണ്ടും കൽപ്പിച്ച് അയാൾ പോയി വാതിലിന് മുട്ടി. അയൽവാസി എന്തോ ഒരു തിരക്ക് കാരണം ഒരല്പസമയം വാതിൽ തുറക്കാൻ വൈകുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നേരത്തെ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളെല്ലാം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഓജ അത്യുച്ചത്തിൽ പിറുപിറുക്കിയ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് സമയമായി നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങളുടെ കലപ്പയൊരു കുന്തും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പിറുപിറുക്കി നടന്നു പോകുന്നത് അയൽവാസി വാതിൽ തുറക്കുന്ന സമയത്ത് കേൾക്കുകയാണ്. അപ്പോൾ അയാളൊന്നും അറിയാതെ ചോദിക്കുന്നുണ്ട്, ജുഹാ നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഈ രൂപത്തിൽ അദ്ദേഹം പിറകിൽ നിന്നും പറയുന്നതായിട്ടാണ് ആ സംഭവത്തിൽ കാണാൻ സാധിക്കുന്നത്. സമാനമാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അത് തികച്ചും അബദ്ധമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഊഹത്തെ വെടിയാനാണ് അള്ളാഹു ആരംഭത്തിൽ പറയുന്നത്. അവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഇന്ന ബഅ്ളദ്ദന്നി ഇസ്മ, ഊഹത്തിൽ അധികവും കുറ്റകരാണെന്നാണ് പറയുന്നത്. കസീറം മിനദ്ദൻ, അല്ലെങ്കിൽ ഊഹത്തിൽ ചിലത് കുറ്റകരായിരിക്കും. അപ്പോൾ അവിടെ കുറ്റകരല്ലാത്തതിന് അള്ളാഹു പ്രത്യേകം വേർതിരിച്ച് നിർത്തുന്നുണ്ട്. അത് അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. കാരണം എല്ലാ ഊഹങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചില ഊഹങ്ങൾ നമ്മൾക്ക് അനിവാര്യമാണ്. ഹലാലായിട്ടുള്ള അത്തരത്തിൽ എക്സെപ്ഷനായിട്ട് കടന്നു വരുന്ന ചില ഊഹങ്ങളുണ്ട്. ഇപ്പോൾ മനുഷ്യരാശിയുടെ പുരോഗതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ പഠനങ്ങൾക്ക്, ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളെല്ലാം ആദ്യം ഒരു ഊഹം, പിന്നീട് അത്തരത്തിലൊരു ഹൈപ്പോത്തീസിസ്, ഒരു അനുമാനങ്ങളിലേക്ക് എത്തിച്ചേരാണ്. പിന്നീട് അത് പഠനവിധേയമാക്കി അത് തിയറിയായിട്ടും അല്ലെങ്കിൽ ഫാക്റ്റായിട്ടെല്ലാം പിന്നീട് മാറുകയാണ്. അപ്പം അത് അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ അത്തരം പഠന സമയത്ത് ഊഹിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറ്റാന്വേഷണ വിദഗ്ധൻ അയാൾ ആ തെളിവുകളിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് അത്തരം നിരവധി അനുമാനങ്ങളിലേക്ക് അയാൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹു ഏതൊരു ഇമോഷൻ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതിന് നെഗറ്റീവായിട്ടുള്ളൊരു വശവും ഉണ്ടാവും, അതിന് പ്രധാനപ്പെട്ടൊരു പോസിറ്റീവായിട്ടുള്ള വശവും ഉണ്ടാവും. അപ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ളതിന് അള്ളാഹു മാറ്റി നിർത്തുകയാണ്. ഊഹമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് ഹുസ്നുൽ ദന്നു ബില്ലാ, അള്ളാഹിനെ സംബന്ധിച്ച് നല്ലതായിട്ട് നല്ല ഊഹങ്ങൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ സൃഷ്ടികളെ സംബന്ധിച്ചും നമ്മൾ അത്തരത്തിൽ നല്ല ചിന്തകൾ അല്ലെങ്കിൽ നല്ല ഊഹങ്ങൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഫിലോസഫിയിൽ അവർ പറയുന്ന ഹാൻഡ് ലോൺസ് റൈസർ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ളൊരു ആശയമുണ്ട്. അതായത് ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വല്ല പ്രയാസമോ ബുദ്ധിമുട്ടോ സൃഷ്ടിക്കുന്ന സമയത്ത് അത് അയാൾക്ക് നിങ്ങളോടുള്ള വൈരാഗ്യം കാരണമാണ്, അതല്ലെങ്കിൽ നിങ്ങളോട് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അയാളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അയാളുടെ അശ്രദ്ധ കൊണ്ടായിരിക്കാനുള്ള സാധ്യതയെ നിങ്ങൾ ആദ്യം പരിഗണിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ള ആളുകളുടെ തെറ്റുകൾക്ക് പിന്നിൽ ഒരു ദുരുദ്ദേശം കാണാതെ അറിവില്ലായ്മയും അശ്രദ്ധയെല്ലാം ആകാനുള്ള ആ സാധ്യതയെ നിങ്ങൾ ആദ്യം പരിഗണിക്കുക. അത് ആളുകൾക്കിടയിലുള്ള വഴക്ക് കുറക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മാനസിക സമ്മർദ്ദം കുറക്കാനെല്ലാം അത് സഹായിക്കും എന്നുള്ളതാണ് ഹാൻഡ് ലോൺസ് റൈസർ തിയറി പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹുസ്നുൽ ദന്ന്, അത്തരത്തിലുള്ള നല്ല ചിന്താഗതികൾ. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖിയാമത്ത് നാളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അതിൻ്റെ അലാമാത്തുകൾ, അതിൻ്റെ അടയാളങ്ങൾ റസൂലുള്ളാഹി ഒന്ന് പറഞ്ഞത്, നമ്മൾ ആളുകളെ സംബന്ധിച്ച് നേരെ തിരിച്ച്, അതായത് മോശം ചിന്താഗതികൾ സമൂഹത്തിൽ വർദ്ധിക്കും എന്നുള്ളതാണ്. ഇബ്നു മാജ അഹ്മദ് ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാന കാലത്ത് വഞ്ചനകളുടെ വർഷങ്ങൾ വരും. ആ സമയത്ത് യുസദ്ദിഖു ഫിഹൽ കാദിബ് വ യുകദ്ദിബു ഫിഹ സ്വാദിഖ്, അതായത് കള്ളന്മാരായിട്ടുള്ള ആളുകളെ വിശ്വസ്തരായിട്ട് സമൂഹം ഗണിക്കപ്പെടും. അതേസമയം വിശ്വസ്തരായിട്ടുള്ള ആളുകളെ അവരെ കപടന്മാരും കള്ളന്മാരുമായിട്ട് സമൂഹം വിധി എഴുതുക എന്നുള്ളതാണ്. വ യുത്തമനു ഫിഹൽ ഖാഇൻ, നിസ്സാരരായിട്ടുള്ള അധമന്മാരായിട്ടുള്ള ആളുകൾ അവർ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം സോഷ്യൽ മീഡിയ ആയിട്ടെല്ലാം ചേർത്ത് ചിന്തിക്കുന്ന സമയത്ത് സമകാലിക ലോകത്ത് ഈ ഒരു പ്രസ്താവനയുടെ ആഴം എത്രയാണ്. പലപ്പോഴും മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ നീചത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ഫോളോവേഴ്സ്. അവരാണ് സമൂഹത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അവരാണ് ആ ട്രെൻഡ് സെറ്റേഴ്സ്, അവരാണ് നിരവധി ട്രെൻഡുകൾ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു കള്ളന്മാരായിട്ടുള്ള ആളുകൾ വിശ്വസ്തരായിട്ട് ഗണിക്കപ്പെടും എന്നുള്ളതാണ്. അതെല്ലാം അതായത് എത്ര മോശം പ്രൊഫൈലുള്ള ആളുകളും അവർ PR വർക്ക് അല്ലെങ്കിൽ ഏജൻസികളെല്ലാം വഴി അത് അലക്കിയെടുക്കുകയാണ്, ഇമേജ് ബിൽഡ് ചെയ്യപ്പെടുകയാണ്, പ്രതിച്ഛായ നിർമ്മിക്കുകയാണ്. അതിനുവേണ്ടി അത് നിർമ്മിക്കപ്പെടാൻ വേണ്ടി നിരവധി വ്യാജ വീഡിയോകളും അല്ലെങ്കിൽ സന്ദേശങ്ങളെല്ലാം പ്രചരിപ്പിച്ച് ഒരാൾക്കില്ലാത്ത ഇമേജ് നിർമ്മിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ തിരിച്ചും മാന്യന്മാരായിട്ടുള്ള ആളുകളെ അവരെ തെറ്റായിട്ടുള്ള വ്യാജ വീഡിയോകളും സന്ദേശങ്ങളെല്ലാം വെച്ച് അവരെ ഇകഴ്ത്താനുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള തലകീഴായിട്ട് മറിയുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആയത്തിൻ്റെ ആദ്യത്തിൽ അള്ളാഹു
ആ ഊഹങ്ങളെ വെടിയാൻ ഇജ്തനിബു കസീറം മിനദ്വൻ, അതാണ് അള്ളാഹു ആദ്യം പറയുന്നത്. അപ്പോൾ മനസ്സിലേക്ക് അത്തരത്തിലൊരാളെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ചിന്ത വരുന്ന സമയത്ത് തന്നെ ആ ഡോർ നിങ്ങൾ അടക്കുക, അല്ലെങ്കിൽ അത്തരം ചിന്തയെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പ്രസിദ്ധമായിട്ടുള്ള ഒരു ജാപ്പാനീസ് കോട്ടിൽ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകൾക്ക് വന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി നിങ്ങളുടെ മുൻവാതിലും പിൻവാതിലും നിങ്ങൾ സദാസമയം തുറന്നിടുക. ഒരിക്കലും അവരെ നിങ്ങൾ ചായ നൽകി സൽക്കരിക്കരുത് എന്നുള്ളതാണ്. ആ ചായ നൽകുന്ന സമയത്താണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. ആദ്യം ഒരു മോശം ചിന്തയാണ് വരിക. ആ ചിന്ത അല്ലെങ്കിൽ ആ ഊഹം വന്നു കഴിഞ്ഞാൽ പിന്നീട് അതൊരു മഴമേഘം പോലെ അതെങ്ങനെയെങ്കിലും പെഴുതി ഇറക്കണം, അതല്ലെങ്കിൽ ഒരാളോട് പങ്കുവെക്കണം. അതാണ് ആയത്തിൻ്റെ അടുത്ത ഭാഗത്ത് വലാ തജസ്സസു, നിങ്ങൾ രഹസ്യം തേടിപ്പിടിക്കരുത്, നിങ്ങൾ കുറ്റം അന്വേഷിക്കരുത് എന്നുള്ളതാണ്. കാരണം ആദ്യം തെറ്റായിട്ടുള്ളൊരു ചിന്ത, ഒരു ഊഹം മനസ്സിൽ രൂപപ്പെടും. ശേഷം ആ വന്ന ചിന്ത അത് മറ്റുള്ള ആളുകളിലേക്ക് അത് പങ്കുവെക്കാൻ അല്ലെങ്കിൽ അത് ഒരായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു ത്വരയായിരിക്കും. അതായത് മനസ്സിൽ വന്ന ആ ചിന്ത അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി പിന്നീട് അയാൾ ശ്രമിക്കും. അതാണ് വലാ തജസ്സസു. അപ്പോൾ ജാസൂസ് എന്ന് വെച്ചാൽ ഭാഷയിൽ ചാരൻ എന്നുള്ള അർത്ഥമാണ്, ഡിക്റ്ററ്റീവ്. അതായത് ആ ഒരു തോന്നൽ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി അയാൾ അന്വേഷിക്കാൻ പോകും എന്നുള്ളതാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ നേർവിരുദ്ധമായിട്ടുള്ള ഹദീസുകൾ, നിങ്ങൾ മൻ സത്തറ മുസ്ലിമൻ, നിങ്ങൾ മറ്റൊരാളുടെ ന്യൂനതകൾ നിങ്ങൾ മറച്ചു വെക്കുക, ആരെങ്കിലും മറച്ചു വെച്ചാൽ അവിടെ അള്ളാഹു അയാളുടെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹദീസിൽ നിങ്ങളുടെ സഹോദരൻ്റെ അഭിമാനത്തെ അയാളുടെ അഭാവത്തിൽ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ, അയാളെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ നാളെ മരണാന്തര ജീവിതത്തിൽ അള്ളാഹു നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുമെന്നല്ല. അപ്പോൾ അവിടെ ആ പ്രൈവസി സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എല്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം ആ പ്രൈവസിയാണ് അവർ കച്ചവടവൽക്കരിക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടല്ല നൽകുന്നത്, മറിച്ച് നമ്മുടെ വിലപ്പെട്ട ആ പ്രൈവസിയാണ് കറൻസി ആയിട്ട് നമ്മളിൽ നിന്ന് അവരെടുക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഒരു തെറ്റായിട്ടുള്ള ഊഹം വന്ന് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതെങ്ങനെയെങ്കിലും അത് 4 ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടണം, അല്ലെങ്കിൽ വല്ലാത്തൊരു ശ്വാസം മുട്ടലാണ്. അപ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത മറ്റൊന്ന്, അത് ആ നമീമത്ത്, ആ ഗോസിപ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി അതും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ നമീമ, ആ ഗോസിപ്പുകൾ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ആ പദത്തിൽ തന്നെ നമാ യന്മു എന്ന് വെച്ചാൽ ഭാഷയിൽ വളരുക, വർദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു സംസാരം അത് തടയുന്നതിന് പകരം അത് കൂടുതൽ ആംപ്ലിഫൈ ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക, ആ പദത്തിൽ തന്നെ അതുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ടെക്നോളജി അത് കൂടുതൽ സൗകര്യമാക്കിയിരിക്കുകയാണ്. ഒരൊറ്റ ക്ലിക്കിൽ തന്നെ 50 ആളുകളിലേക്ക്, പഴയ കാലത്ത് അത് 19 ആളുകളിലേക്ക് നടന്ന് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് എല്ലാം ഒറ്റ ക്ലിക്കിൽ തന്നെ അത് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അപ്പം അത് മറ്റുള്ള ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് അതിൽ നിരവധി മാറ്റങ്ങളും വരും. അത് സ്വാഭാവികമാണ്. അതിൽ നിരവധി ഫ്ലേവറുകൾ ചേർക്കപ്പെടും. ഇപ്പോൾ ടെലഫോൺ ഗെയിം എന്നുള്ള രസകരമായിട്ടുള്ള ഒരു ഗെയിമിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അപ്പോൾ നിരവധി ആളുകളെ ഒരു റൂമിൽ നിരത്തി നിർത്തി ആദ്യത്തെ ആളുടെ ചെവിയിലേക്ക് ഒരു സ്വകാര്യം പറയും. പിന്നീട് അയാൾ മറ്റാളിലേക്ക് അതേ രൂപത്തിൽ സ്വകാര്യമായിട്ട് അത് പങ്കുവെച്ച് അതിങ്ങനെ പങ്കുവെച്ച് അവസാനത്തെ അയാൾ അവസാനമായിട്ട് കേൾക്കുന്ന കാര്യം ഉറക്കെ പറയുന്ന സമയത്ത് അത് ആദ്യം പറഞ്ഞ അതായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് പലപ്പോഴും വലിയ തമാശയായിട്ടുണ്ടാകും. ആ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിലേക്ക് നിരവധി ഫ്ലേവറുകളെല്ലാം ആഡ് ചെയ്യപ്പെട്ട് തികച്ചും വികൃതമായിട്ടുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. അതിനെല്ലാം തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ അള്ളാഹു അത് കട്ട് ചെയ്തിടാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ അയാളുടെ ഹൃദയത്തിൽ ആ തഖ്വയാകുന്ന ആ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഈ ഒരു മോശം പ്രവൃത്തി അയാൾ ചെയ്യുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ തഖ്വ ഉണ്ടെങ്കിൽ ആ ഹൃദയം ആ നാവിനെ കടിഞ്ഞാണിടുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അയാൾക്ക് ആ തിന്നാനുള്ള, അതായത് സഹോദരൻ്റെ ആ മാംസം തിന്നാനുള്ള വിശപ്പ് അയാളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ആയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അത്തരത്തിൽ ഗീബത്തിനെയെല്ലാം അള്ളാഹു സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുന്നതിനോട് ഉപമിക്കുന്നുണ്ട്. ആ ഉപമക്ക് തൊട്ടു മുമ്പ് തന്നെ അള്ളാഹു അതിലേക്കുള്ളൊരു പ്രിപ്പറേഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ തൊട്ടു മുമ്പ് വരുന്ന ആയത്ത് വലാ തജസ്സസു എന്നുള്ള ആ ഒരു പദം ഞാൻ നേരത്തെ പറഞ്ഞു, അന്വേഷിക്കുക, ജാസൂസ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ പദത്തിന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം, ഒരു സിംഹമെല്ലാം ഇരയുടെ മേലേക്ക് ചാടി വീണ് ആ ഇരയുടെ ആ കൂർത്ത നഖം ഉപയോഗിച്ച് ആ കൂർത്ത നഖം ആ ഇരയുടെ മാംസത്തിലേക്ക് തുളച്ച് കയറ്റുന്നതിന് ഭാഷയിൽ ജസ്സ എന്നാണ് പറയുക. ജസ്സ യജുസു എന്ന് വെച്ചാൽ ആ ഇരയുടെ മാംസത്തിലേക്ക് ആ നഖം ആ തുളച്ച് കയറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. അത് മാത്രമല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പഴയകാലത്ത് അറബിയിൽ ജസ്സാസ് എന്ന് വെച്ചാൽ സിംഹം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ഒരു ഇമേജാണ് അള്ളാഹു അവിടെയെല്ലാം നൽകുന്നത്. അപ്പോൾ ശേഷം അള്ളാഹു സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുന്നതിനോട് ആ ഒരു പ്രവൃത്തിയെ ഉപമിക്കുന്നുണ്ട്.
അത്തരത്തിൽ മനുഷ്യമാംസം ഭക്ഷിച്ച ആളുകൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളെല്ലാം ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ഓർമ്മകളായിട്ടാണ് എക്കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത്. പറയുന്ന സമയത്ത് ഓർക്കുന്നത്, മുമ്പ് കണ്ടൊരു ഡോക്യുമെൻ്ററി, ഇപ്പോൾ 1970-കളിൽ തെക്കേ അമേരിക്കയിലുള്ള റഗ്ബി ടീം അവർ മത്സരത്തിന് വേണ്ടി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ഫ്ലൈറ്റ് നിയന്ത്രണം വിട്ട് ആൻഡീസ് പർവ്വതത്തിന് മുകളിൽ അവിടെ ഏതോ ഒരു ഭാഗത്ത് പോയിട്ട് വീടാണ്. അതിശൈത്യം, മഞ്ഞുമൂടിയ അവസ്ഥയിലാണ്. അപ്പോൾ പുറത്തുള്ള ആളുകളല്ല, കമ്മ്യൂണിക്കേഷനെല്ലാം നിലച്ച് അവർ മരണപ്പെട്ടു എന്ന് ധരിക്കുകയാണ്. പക്ഷേ അതിൽ രക്ഷപ്പെട്ട ആളുകൾ അവർ ഒരല്പം ഭക്ഷണമായിട്ട് പിന്നീട് 10-70 ദിവസം അവിടെ അതിജീവനത്തിന് വേണ്ടി പൊരുതുന്നുണ്ട്. അതിലേറ്റവും ഞടുക്കുന്നൊരു രംഗം എന്താണെന്ന് വെച്ചാൽ, അതിൽ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി നേരത്തെ മരണപ്പെട്ടൊരു യാത്രക്കാരൻ്റെ ശരീരഭാഗം അവർ ഭക്ഷിക്കുന്നുണ്ട്. അത്യധികം പ്രയാസത്തോടു കൂടി ഒരു ഗതിയില്ലാതെ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതാണ് അതിലേറ്റവും ഞടുക്കുന്ന ഭാഗം. ആ ഒരു അവസ്ഥയിൽ പോലും അത് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. ഇപ്പം ഇവിടെ നമ്മൾ ആയത്തിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ സഹോദരനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ സംസാരിക്കുന്നതിന് അള്ളാഹു ഉപമിക്കുന്നത് അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, അതായത് നിങ്ങളുടെ സഹോദരൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അയാളുടെ മാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതാണ് അള്ളാഹിൻ്റെ ചോദ്യം. അപ്പം അവിടെ അഖീഹി, സഹോദരൻ എന്നുള്ള ആ ഒരു പദം അടിവരയിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ സഹോദരനെ മാറ്റി നമ്മുടെ കഠിന ശത്രുവാണെങ്കിൽ പോലും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീടല്ലേ സഹോദരനാകുന്ന സമയത്ത് ഒന്നുകൂടെ ക്ലോസ് ആണ്. അവൻ അടുത്തുണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ സേഫ്റ്റി അല്ലെങ്കിൽ ആ സുരക്ഷയാണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു കോണ്ടക്സ്റ്റായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് ആ പുരാതന അറബ് കൾച്ചറിലെല്ലാം മാംസം തിന്നുക എന്നുള്ളത് അതല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ദേശം എല്ലാം പ്രകടിപ്പിക്കാനുള്ള പ്രതീകാത്മകമായിട്ടുള്ളൊരു മാർഗ്ഗമായിരുന്നു. ഇപ്പോൾ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടന്ന സമയത്ത് ഹിന്ദ് അവിടെ നടത്തിയ പ്രവൃത്തിയെ സംബന്ധിച്ച് സീറിയൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വെറുപ്പിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ആ കഠിന ശത്രുതയുടെ ആ ഒരു കാഠിന്യം, ആ മനസ്സിലുള്ള ആ പകയുടെ ആഴത്തെയെല്ലാം കാണിക്കാൻ വേണ്ടിയാണ് ആ മാംസം ചവച്ച് തുപ്പുന്ന ആ ഒരു പ്രവൃത്തി അക്കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. അപ്പോൾ സ്വന്തം സഹോദരനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ രൂപത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്? അത്രയും വെറുപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രവൃത്തി കഠിന ശത്രുക്കളോട് പോലും നിങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു പോകുന്ന ഈ ഒരു പ്രവൃത്തിയെ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു ഇമേജുമായിട്ട് എന്തിനാണ് അള്ളാഹു കണക്ട് ചെയ്യുന്നത്? അതൊന്നാമതായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമാണ്. പക്ഷേ ആ രൂപത്തിലല്ല, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗൗരവകരമാണ്. ഇപ്പോൾ സൂറത്ത് നൂറിൻ്റെ 15-ാമത്തെ ആയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട അപവാദങ്ങൾ അതിനെ സംബന്ധിച്ച് അള്ളാഹു വിവരിക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്നുണ്ട്, തഹ്സബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അലീം, നിങ്ങളത് നിസ്സാരമായിട്ട് കാണുന്നു, പക്ഷേ അള്ളാഹിൻ്റെ അടുത്ത് അങ്ങേയറ്റം ഗൗരവകരാണെന്ന് അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. അത് സമാനമായിട്ടുള്ള സിറ്റുവേഷനാണ്. ആവശ്യമില്ലാത്തതിലേക്ക് നാവിട്ട് അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം കഠിനമായിട്ട് അള്ളാഹു താക്കീത് ചെയ്യുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം ഒരു സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും തളർത്തിക്കളയും എന്നുള്ളതാണ്. വ്യക്തിയാകട്ടെ സമൂഹമാകട്ടെ രണ്ട് നിലക്കും. അതേപോലെ തന്നെ ആ സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുന്നതിനോടുള്ള ഉപമ അത് ഏറെ ആഴമുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരാളെ സംബന്ധിച്ച് ആ പരദൂഷണം അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് അയാൾ അറിയാതെയാണ്, പിറകിൽ നിന്നാണ് ചെയ്യുന്നത്. ബാക്ക് ബൈറ്റിംഗ് എന്നാണ് പറയാറുള്ളത്. പിറകിൽ നിന്നാണ്. മുന്നിലൊരു പക്ഷേ അയാൾ പുഞ്ചിരിച്ച മുഖമായിട്ടായിരിക്കും അയാൾ പോകുന്നത്. ആ ഇരുമുഖന്മാരെ സംബന്ധിച്ച് ദുൽവജഹനെ സംബന്ധിച്ചല്ല റസൂലുള്ളാഹി താക്കീത് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അയാൾ അറിയുമാറ് നമ്മളത് ചെയ്യില്ല. ഇപ്പോൾ ചിന്തിച്ച് നോക്കുക ഒരു സിനാരിയോ. ഇപ്പോൾ നമ്മൾ ഒരാളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അയാളെങ്ങാനും കയറി വരാം അല്ലെങ്കിൽ അയാൾ കേൾക്കുന്നതായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു ചമ്മലില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ ഒരു മെസ്സേജ് ഒരു ടെക്സ്റ്റ് നമ്മൾ അറിയാതെ ആരെപ്പറ്റിയാണോ പറയുന്നത് അയാൾക്ക് തന്നെ മിസ്റ്റേക്കായിട്ട് അയച്ചു പോവുക. അതല്ലെങ്കിൽ ചില സമയത്ത് ഇപ്പോൾ ഫോണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അതവിടെ വെച്ചിട്ടുണ്ടാവും. പിന്നീട് ആ ഫോണ് വെച്ച ഉടനെ നമ്മൾ അയാളെ സംബന്ധിച്ച് സംസാരിക്കുന്നു, അബദ്ധത്തിൽ അയാൾ അവിടെ മറുവശത്ത് കേട്ടു പോവാണ്. അതെല്ലാം സംഭവിക്കുന്ന സമയത്ത് പിന്നീട് അയാളെ നേർക്ക് നേരെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും നമുക്ക് ധൈര്യം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരാളെ സംബന്ധിച്ച് പരദൂഷണം അല്ലെങ്കിൽ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ ഒരർത്ഥത്തിൽ അത് കേൾക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ അഭാവത്തിലായിരിക്കും നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾ അഭാവത്തിലാകുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാൻ കഴിയില്ല, ആ കേട്ടതിനെ പ്രതിരോധിക്കാനൊന്നും അയാൾക്ക് കഴിയില്ല. അയാൾ ടോട്ടലി ഡിഫെൻസ്ലെസ് ആണ്, അയാൾക്ക് അതിനുള്ള കഴിവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ കേൾക്കാനോ ഡിഫെൻഡ് ചെയ്യാനോ കഴിയാത്ത അവസ്ഥ എന്നുള്ളത്
അത് ജീവിച്ചിരിക്കുന്ന സമയത്തല്ല, മറിച്ച് മരണപ്പെട്ട് കിടക്കുന്ന സമയത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെ ഒരു ഉപമയിലൂടെ അള്ളാഹു നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത്, അതായത് അയാളുടെ സാന്നിധ്യത്തിൽ പോയിട്ട് അത് പറയണം എന്നുള്ളത്. അത് സാന്നിധ്യത്തിൽ പോയിട്ട് അയാളുടെ തെറ്റാണെങ്കിൽ അയാളെ പറഞ്ഞ് തിരുത്തുകയാണ് വേണ്ടത്. അതല്ലാതെ അയാൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്തല്ല, അതായത് അയാളുടെ അഭാവത്തിലല്ല എന്നുള്ളതാണ് ആ ഉപമയിൽ ആദ്യമായിട്ട് അള്ളാഹു നൽകുന്ന പാഠം. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അഭാവത്തിൽ നല്ലത് പറയും, സാന്നിധ്യത്തിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ മിർആത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണെന്നെല്ലാം റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആക്രമിക്കുന്ന ഇരയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രതിരോധിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. ആ കഴിവില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ആക്രമിക്കുന്നത്. അപ്പം നിങ്ങൾ മരണപ്പെട്ട ഒരാളുടെ മാംസം നിങ്ങൾ തിന്നുന്ന സമയത്ത് അയാൾക്ക് ആ വേദന അനുഭവിക്കാൻ കഴിയില്ല, അയാൾക്ക് എതിർക്കാൻ കഴിയില്ല, തടയാൻ കഴിയില്ല, അയാൾ കേൾക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. അതേ രൂപത്തിലാണ് നിങ്ങൾ അഭാവത്തിൽ പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അയാൾ ആ തെറ്റ് തിരുത്താനോ ഒന്നും അയാൾക്ക് സാധ്യമല്ല. കാരണം അയാൾ ആ സ്ഥലത്തില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം, നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യുക വഴി യഥാർത്ഥത്തിൽ അയാളെ വധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. വധിച്ച് നിങ്ങൾ വികൃതമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ അയാളുടെ ന്യൂനതകൾ മറച്ചു വെക്കേണ്ട ആളുകളാണ്, മറിച്ച് അതിന് പകരം നിങ്ങൾ അയാളുടെ മാംസവും മറ്റെല്ലാം തുറന്ന് മറ്റുള്ള ആളുകളുടെ മുന്നിൽ അയാളെ വികൃതമാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം ആ ഒരു ഉപമയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം അതൊരു സമൂഹം എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു ഗൗരവം. അപ്പോൾ നേരത്തെ സീറയിൽ ഇഫ്കോയായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് സൂറത്ത് നൂറ് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൽ അള്ളാഹു അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് സമൂഹത്തെ എല്ലാ നിലക്കും അപവാദ പ്രചാരണങ്ങളെല്ലാം ആ വ്യക്തിയെയും സമൂഹത്തെയും എല്ലാ അർത്ഥത്തിലും അത് തളർത്തിക്കളയും എന്നുള്ളതാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കാനിബാലിസ്റ്റിക് സൊസൈറ്റി, പരസ്പരം ഭക്ഷിക്കുന്ന ഒരു മനുഷ്യരുടെ ഒരു കൂട്ടം ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. അത് എല്ലാ നിലക്കും അപകടമാണ്. സമാനമായിട്ട് ഇതേ രൂപത്തിലുള്ള പ്രവണതകൾ സമൂഹത്തിൽ വർദ്ധിക്കുന്ന സമയത്ത് പരസ്പര വിശ്വാസവും ബന്ധത്തിനെല്ലാം വിള്ളൽ വരും. അത് ആ ഒരു വലിയ ബിൽഡിങ്, സമൂഹമാകുന്ന ബിൽഡിങ്ങിന് ഏറ്റവും വലിയ വിള്ളൽ വരാൻ അത് കാരണമായി തീരും എന്നുള്ളതാണ്. അതെല്ലാം അത്തരത്തിലുള്ള അധ്യാപനങ്ങൾ വഴി അള്ളാഹു നൽകുകയാണ്. ഒരു നിലക്കും അത്തരം പ്രവണതകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഗൗരവകരമായിട്ടുള്ള അധ്യാപനങ്ങളെല്ലാം അള്ളാഹു റസൂലെല്ലാം നൽകാനുള്ള കാരണം. ഒരാൾ നിങ്ങളിലേക്ക് അത്തരം സംസാരത്തിന് വേണ്ടി വരുന്ന സമയത്ത്, ഇപ്പോൾ പറയാറുണ്ട് മൻ നക്കല ഇലേക്ക് നക്കല അനക്ക്, നിങ്ങളോട് മറ്റൊരാളെ സംബന്ധിച്ച് ഒരാൾ വന്ന് കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം അയാളുടെ അടുത്ത ഇര നിങ്ങളായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് അയാൾ അടുത്ത ആളിലേക്ക് പോയിട്ട് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തിൽ തന്നെ അതിനുള്ള ആ ഒരു സംസാരം വരുന്ന സമയത്ത് തന്നെ ആ ഒരു ഡോറ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. രസകരമായിട്ടുള്ളൊരു സംഭാഷണം ഓർക്കുന്നത്, താബീകളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ വഹബ് ബിൻ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളെപ്പറ്റി ഇന്ന ആൾ ഈ രൂപത്തിലെല്ലാം ഗോസിപ്പ് പറയുന്നുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ അദ്ദേഹം മറുചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, മാ ബജദ ഷെയ്ത്താൻ റസൂലൻ ഖൈറക്, ഷെയ്ത്താന് നിന്നെ അല്ലാതെ മറ്റൊരു ദൂതനെ, മറ്റൊരു പോസ്റ്റ്മാനെ കിട്ടിയില്ല എന്ന് അദ്ദേഹം മറുപടിയായിട്ട് ചോദിക്കുന്നുണ്ട്. ആ ഒരു സംഭാഷണം തുടങ്ങുന്ന സമയത്ത് തന്നെ അത് നിങ്ങൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൽ അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതുകൾ, നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുള്ളതാണ്. നമ്മൾ മറ്റൊരാളെ സംബന്ധിച്ച് ഗീബത്ത് പറയുന്ന സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത നന്മകൾ അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അത് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും എന്നുള്ളതാണ്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ വിഡ്രോ ചെയ്ത് പോകും. അത് നമ്മൾ പണമായിട്ടൊന്ന് ചേർത്ത് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ മോശമായിട്ട് ഒരാളെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൽ നിന്നും വിഡ്രോ ആയിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരാളും ആ പ്രവൃത്തി ചെയ്യില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ നന്മകൾക്ക് അത്ര പ്രാധാന്യം നൽകുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആരെങ്കിലും പറ്റി ഞാൻ ഗീബത്ത് പറയുന്നുണ്ടായിരുന്നെങ്കിൽ അതെൻ്റെ മാതാപിതാക്കളെ പറ്റിയാണ്. കാരണം അന്നഹുമ അഹഖുന്നാസി ബി ഹസനാത്തിഹി, മറ്റാരേക്കാൾ എൻ്റെ നന്മകൾ അർഹിക്കുന്നത് അവരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റൊരു പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മഹദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ലൗല അന്നി അക്റഹു അൻ യുഅസല്ലാഹു, അള്ളാഹിനെ ധിക്കരിക്കപ്പെടുന്നത് ഞാൻ വെറുക്കുന്നില്ലെങ്കിൽ, അതായത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ല തമന്നൈതുഹു അൻ ലാ യബഖ അഹദൻ മിൻ അഹ്ലി ഹാദിഹിൽ ബലദ്, ഈ നാട്ടിലുള്ള സർവ്വരും എന്നെക്കുറിച്ച് ഏഷണിയും പരദൂഷണമെല്ലാം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. കാരണം അവർ കഷ്ടപ്പെട്ട് ചെയ്തുണ്ടാക്കിയ ഹസനാത്തുകൾ ഫ്രീ ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാൻ എനിക്ക് ലഭിക്കുകയാണല്ലോ, അത് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് താബീകളിൽപ്പെട്ട മറ്റൊരു പണ്ഡിതൻ പ്രസിദ്ധനായിട്ടുള്ള ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്
അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരാൾ ഇതേ രൂപത്തിൽ ഏഷണിയും പരദൂഷണമെല്ലാം പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ച സമയത്ത് അദ്ദേഹം വലിയൊരു തളികയിൽ വളരെ വിലപിടിപ്പുള്ള ഒരു ഈത്തപ്പഴം വാങ്ങിയിട്ട് ആ തളികയിൽ നിറച്ച് ഈത്തപ്പഴവും ഒരു കുറിപ്പും അദ്ദേഹം ഒരു ദൂതൻ്റെ അടുത്ത് കൊടുത്തയക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ പറഞ്ഞു നടക്കുന്ന ആൾക്ക് അത് ലഭിച്ച സമയത്ത് ആ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്, നിങ്ങളുടെ വിലയേറിയിട്ടുള്ള നന്മകളെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും ഈ ഈത്തപ്പഴം അതിന് തുല്യമാകില്ല എന്നറിയാം, പക്ഷേ നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഹസൻ ബസരി ആ ഒരു സമ്മാനം അയാൾക്ക് കൊടുത്തയക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു തൊട്ട് മുമ്പ് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫ്രീ ആയിട്ട് ആ പണവുമായിട്ട് അതിന് ഉപമിച്ചിരുന്നു. നമ്മൾ മരണാന്തര ജീവിതമായിട്ട് ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ ആ മരണാന്തര ജീവിതത്തിലുള്ള ഹസനാത്തുകൾ, അവിടുത്തെ കറൻസി എന്നുള്ളത് നമ്മൾ ഈ ലോകത്ത് വെച്ച് ചെയ്ത നമ്മുടെ കർമ്മങ്ങളാണ്. അപ്പോൾ അവിടെ മുഴുവൻ ട്രാൻസാക്ഷൻ, മുഴുവൻ ഡീലിംഗ് നടക്കുന്നത് ആ ഒരു ഹസനാത്തുകൾ, നന്മകൾ വെച്ചിട്ടാണ്. ആ മരണാനന്തര ജീവിതത്തിൽ ചില ആളുകൾ ആ അക്കൗണ്ടിൽ നിറയെ ക്യാഷുമായിട്ട് വരും. അവർ ഹബാ അൻ മൻസൂറ, മുഴുവൻ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത സീറോ ആയിട്ട് മാറുന്നതിനെ സംബന്ധിച്ചെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നുണ്ട്. കാരണം അയാളുടേത് മുഴുവൻ ഇതേ രൂപത്തിൽ വീതം വെച്ച് അവസാനം അയാൾക്ക് ഒന്നുമില്ലാകുന്ന ആ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ, അപ്പോൾ അതിനെല്ലാം ഇത്തരം കുറ്റങ്ങൾ കാരണമാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ടെക്നോളജി അത് എളുപ്പമാക്കി മാറ്റിയിരിക്കുകയാണ്. പഴയ കാലത്തെല്ലാം ഗീബത്ത് പറയണമെങ്കിൽ രണ്ടാളുകൾ ഒരാളെ തേടി പിടിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് തന്നെ റൂമിലിരുന്ന് അത് പറയാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. മാക്സിമം ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താൻ ഒന്നാമതായിട്ട് പറയുന്ന ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അള്ളാഹു അത്തരത്തിൽ ആ വാക്കുകളിൽ ആ സൂക്ഷ്മത പുലർത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.